ഈ വീഡിയോയിൽ ഉന്നയിക്കപ്പെട്ട വിഷയം ഇസ്ലാമിനെ പുറത്തുനിന്ന് വിമർശിക്കുന്നവർ പലപ്പോഴും തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒന്നാണ്. ഓണം പോലുള്ള ആഘോഷങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ വിട്ടുനിൽക്കുന്നത് അസഹിഷ്ണുത മൂലമാണെന്ന് വരുത്തി തീർക്കാൻ ആരിഫ് ഹുസൈനെ പോലുള്ള ഇസ്ലാം വിമർശകർ നിരന്തരം ശ്രമിക്കാറുണ്ട്. എന്നാൽ ഒരു വ്യക്തി തന്റെ വിശ്വാസപരമായ അസ്തിത്വം കാത്തുസൂക്ഷിക്കുന്നത് എങ്ങനെയാണ് അസഹിഷ്ണുതയാകുന്നത്? ഏതൊരാദർശത്തിനും അതിന്റേതായ അതിർവരമ്പുകളുണ്ട്. യുക്തിവാദിയെന്ന് സ്വയം വിളിക്കുന്ന ഒരാളോട് ഏതെങ്കിലും മതപരമായ പൂജകളിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടാൽ അദ്ദേഹം അത് നിരസിക്കും. കാരണം അയാളുടെ ആദർശം അതിനനുവദിക്കുന്നില്ല. അവിടെയില്ലാത്ത എന്ത് അസഹിഷ്ണുതയാണ് മുസ്ലിങ്ങൾ തങ്ങളുടെ ഏകദൈവ വിശ്വാസം സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രം ഇക്കൂട്ടർക്ക് sallallahu alaihi wasallam said, Allah has substituted you with two better days, the day of al-fitr, the Eid of al-fitr, and the Eid of al-adha. കണ്ടെത്തുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി മദീനയിലെത്തിയപ്പോൾ അവിടെയുള്ളവർ ആഘോഷങ്ങളിൽ ഏർപ്പെടുന്നത് കണ്ടു. അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് അവർ പറഞ്ഞപ്പോൾ അല്ലാഹു അവർക്ക് അതിനേക്കാൾ ഉത്തമമായ 2 ദിവസങ്ങൾ പകരമായി നൽകിയിരിക്കുന്നു എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇത് ഇസ്ലാമിന്റെ വ്യക്തമായ നിലപാടാണ്. ഇസ്ലാം വെറുമൊരു ആചാരമല്ല, മറിച്ച് അതൊരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ്. ഓണമെന്നത് കേവലം സാംസ്കാരികമായ ഒന്നാണെന്ന വാദം ചരിത്രപരമായും ദാർശനികമായും നിലനിൽക്കില്ല. തൃക്കാക്കരയപ്പനും വാമനമൂർത്തിയും വിഷ്ണുവിന്റെ അവതാര സങ്കല്പങ്ങളുമൊക്കെ ചേർന്നതാണ് ഓണമെന്ന ഐതിഹ്യം. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസമാണ്. സൃഷ്ടാവായ അല്ലാഹുവിനല്ലാതെ മറ്റൊന്നിനും ആരാധനയുടെയോ ആദരവിന്റെയോ അംശങ്ങൾ നൽകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. മതേതരത്വം എന്ന പേരിൽ ഇത്തരം ആഘോഷങ്ങൾ മുസ്ലിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഫാസിസമാണ്. ആരിഫ് ഹുസൈനെ പോലുള്ളവർ ഇസ്ലാമിനെ പേപ്പട്ടി മതമെന്ന് നികൃഷ്ടമായ ഭാഷയിൽ വിളിച്ചധിക്ഷേപിക്കുമ്പോഴും മറുവശത്ത് തീവ്ര ഹിന്ദുത്വ നിലപാടുകളെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് നാം കാണുന്നുണ്ട്. മതസൌഹാർദ്ദമെന്നാൽ എല്ലാവരും ഒരേ ആചാരങ്ങൾ പാലിക്കുക എന്നല്ല, മറിച്ച് പരസ്പരമുള്ള വ്യത്യാസങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. ഒരു മുസ്ലിം ഓണം ആഘോഷിക്കുന്നില്ല എന്നതുകൊണ്ട് അയാൾ മറ്റുള്ളവരെ വെറുക്കുന്നു എന്നർത്ഥമില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ മുതലാളിത്വത്തിന്റെ ചിഹ്നങ്ങൾ സ്വീകരിക്കാത്തതും നിരീശ്വരവാദി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്തതും അവരുടെ ആദർശത്തിന്റെ ഭാഗമാണ്. അതേ യുക്തി തന്നെയാണ് മുസ്ലിങ്ങൾക്കുമുള്ളത്. വിമർശകർ ഉന്നയിക്കുന്ന മതേതരത്വവാദത്തിലെ പൊള്ളത്തരം ഇവിടെ വ്യക്തമാണ്. അവർക്ക് മുസ്ലിങ്ങൾ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്നത് ഇഷ്ടമല്ല. എന്നാൽ ഇതേ വിമർശകർ സയോണിസ്റ്റ് ക്രൂരതകളെയും ഇസ്രയേലിന്റെ വംശഹത്യയെയും ന്യായീകരിക്കുന്നത് നാം കാണുന്നു. സ്വന്തം മതത്തിലെ വിശ്വാസം മുറുകെ പിടിക്കുന്നവനെ തീവ്രവാദിയായി ചിത്രീകരിക്കുന്ന ഇവർക്ക് മറ്റുള്ളവരുടെ മേൽ തങ്ങളുടെ ലിബറൽ മൂല്യങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് താൽപര്യം. യഥാർത്ഥത്തിൽ ഇസ്ലാം വിരോധം പ്രകടിപ്പിക്കാൻ ഓണത്തെ ഒരു ആയുധമാക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്. മുസ്ലിങ്ങൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറണമെന്ന് പഠിപ്പിച്ച മതം തന്നെയാണ് തൗഹീദിൽ വിട്ടുവീഴ്ച ചെയ്യരുത് എന്നും പറഞ്ഞിട്ടുള്ളത്. ആ ബോധ്യം വിശ്വാസികൾക്കുണ്ട് എന്നത് വിമർശകരെ അലോസരപ്പെടുത്തുന്നുണ്ടാകാം. പക്ഷേ ഒരു വിശ്വാസിക്ക് തന്റെ മതപരമായ അതിർവരമ്പുകൾ നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട് എന്നത് ആരിഫ് ഹുസൈനെ പോലുള്ളവർ മറന്നുപോകരുത്. ആദർശപരമായ ഈ കണിശതയെ അസഹിഷ്ണുതയായി കാണുന്നത് ഇസ്ലാം വിരോധം തലയ്ക്ക് പിടിച്ചതുകൊണ്ടാണ്. വിശ്വാസികൾ ഇത്തരം വിമർശനങ്ങളിൽ തളരാതെ തങ്ങളുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ സമൂഹത്തിൽ മാതൃകാപരമായി ജീവിക്കാൻ ബാധ്യസ്ഥരാണ്.